ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. റവ കൊണ്ടാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. കറികളോട് കൂടിയോ കറികളില്ലാതെയോ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അതുപോലെ തന്നെ ഭയങ്കര എളുപ്പമാണ് ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ ഓരോ ബൗൾ എടുത്തിട്ട് അതിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ 2 കപ്പ് റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. വറുത്ത റവയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. വറുത്ത റവ തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക, എങ്കിലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു രീതിയിലും ടേസ്റ്റിലൊക്കെ കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ചെറിയ പുളിപ്പുള്ള തൈരാണ് വേണ്ടത്. ഞാനിവിടെ 1/2 കപ്പ് അളവിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല കട്ടിയായിട്ടുള്ള തൈരാണ്. പിന്നെ ഇതിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഈ വെള്ളം ഒഴിച്ചു കൊടുത്തത് പോരാന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ റവ വെള്ളം കുടിക്കുന്നതായതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളം പോരാതെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഇപ്പോൾ ഒഴിച്ചു കൊടുത്തു. ഇപ്പോൾ ആകെ ഇതിലേക്ക് വേണ്ടി വന്നിട്ടുള്ളത് 1/2 കപ്പ് തൈരും അതുപോലെ 2 കപ്പ് വെള്ളമാണ്. 250 ml കപ്പിന് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ വിസ്ക് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതൊരു 10 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചേക്കാം. അടുത്തതായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂണോളം വരുന്ന ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ഓയിലൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ 1 സ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു സ്പൂൺ അളവിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഈ ഒരു കടുക് പൊട്ടി വരുന്ന സമയത്ത് ഉഴുന്നാണ് ഇട്ട് കൊടുക്കുന്നത്. പിളർപ്പ് ഉഴുന്നോ മുഴുവൻ ഉഴുന്നോ ഏതായിരുന്നാലും കുഴപ്പമില്ല. ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉഴുന്നിന് പകരം തുവരപ്പരിപ്പോ സാമ്പാർ പരിപ്പോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതേ അളവിൽ ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതെല്ലാം എണ്ണയിലൊന്ന് വറുത്തെടുക്കണം. ഇത് വറുത്ത് ഒരു പകുതി വേവാകുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു സബോളയുടെ പകുതി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കേണ്ടത് എന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. എല്ലാം ഇതുപോലെ വളരെ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഇതേപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ഒരു കൂട്ടിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം ഒരുപോലെ വെന്ത് കിട്ടാനായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഉള്ളി, വെളുത്തുള്ളി, ഉണക്കമുളക്, ഉഴുന്ന് ഇങ്ങനെ എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എണ്ണയിൽ മൂത്ത് വരുമ്പോൾ നല്ല മണമാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നേരത്തെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിരുന്ന ആ ഒരു മിക്സിലേക്ക് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കയ്യിൽ വെച്ചിട്ടോ നല്ല പോലെ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ റവ നല്ല പോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു കയ്യിൽ വെച്ചിട്ട് കോരി കാണിച്ചു തരാം. ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പരുവം ഇതുപോലെയാണ് വേണ്ടത്. ഇതുപോലെ കുറച്ച് കട്ടിയായിട്ടാണ് വേണ്ടത്. ഒരുപാട് അങ്ങ് ലൂസായി പോവരുത്. ഇനി നമുക്കിത് ആവിയിലാണ് വേവിച്ചെടുക്കാനുള്ളത്. ഞാനിവിടെ ഒരു ഇഡ്ഡലി തട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് മുഴുവനായിട്ട് സ്പ്രെഡാക്കിയതിന് ശേഷം ഇതുപോലെ ഓരോ കയ്യിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ അടുത്ത തട്ടും കൂടെ എടുത്തിട്ടുണ്ട്. അതിലും കൂടെ ഓയിൽ സ്പ്രെഡാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് വേവിച്ചെടുക്കാനായിട്ട് ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഓരോ തട്ടായിട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇതുപോലെ ആദ്യം ചെറിയ തട്ട് ഇറക്കി വെച്ച് കൊടുത്തിട്ട് പിന്നെ ഇതിലേക്ക് വലിയ തട്ടും കൂടെ വെച്ച് കൊടുത്ത് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. ഒരു 20 മിനിറ്റ് സമയമാകുമ്പോഴേക്ക് ഇത് നല്ല പോലെ വെന്ത് കിട്ടും. ഇപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഇതുപോലെ സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ വേഗം കിട്ടുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സൂപ്പർ ഒരു ഐറ്റമാണ്. കറികളോട് കൂടിയോ കറികളില്ലാതെയോ ഒക്കെ കഴിക്കാൻ പറ്റും. ഏത് കറികളുടെ കൂടെയാണ് ഇത് ചേരുന്നത് എന്ന് ചോദിച്ചാൽ കടലക്കറി, ബീഫ് കറി, അതുപോലെ ചിക്കൻ കറി, പിന്നെ ഗ്രീൻ പീസ് കറി, അങ്ങനെ ഏത് കറികളുടെ കൂടെ വേണമെങ്കിലും ഇത് ചേരുന്നതാണ്. അപ്പോൾ എന്നും ഒരേപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിക്കാതെ ഇതുപോലെ വെറൈറ്റി ആയിട്ടൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കുക. കുട്ടികൾക്കായാലും വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്കാണെന്നുണ്ടെങ്കിലും നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.